ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആകാശത്തെയും ഭൂമിയെയും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം, ഉടയവനായ ദൈവം, സർവശക്തനായ ദൈവം, പരമാധികാരിയായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് അനുകൂലമായി ഉണ്ടെങ്കിൽ പ്രതികൂലമായി നിൽക്കുവാൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽ നിങ്ങളോടൊരു സത്വർത്തമാനമാണ് ദൈവം പങ്കുവയ്ക്കുന്നത്. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങളത് അറിയുന്നതാണ് നിങ്ങളുടെ ശക്തി. നിങ്ങളുടെ അകത്തൊരുവനുണ്ട്. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാളും വലിയവനാണ്. നിങ്ങളുടെ അകത്തുള്ള ദൈവം ഈ ലോകത്തിലുള്ള ശത്രുവിനേക്കാൾ, ശക്തികളെക്കാൾ വലിയവനാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി നിൽക്കാൻ ആർക്ക് കഴിയും? ഈ ഉറപ്പാണ് ഇന്ന് പകൽ നാം പ്രാപിക്കേണ്ടത്. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. ഇന്ന് നിങ്ങളെ തളർത്തുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കൊന്നും നിങ്ങളെ തകർക്കുവാനോ ഒതുക്കുവാനോ കഴിയില്ല. കാരണം ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർ പടകിൽ ആടിയുലയുകയാണ്. ശക്തമായ തിരയും കാറ്റുമൊക്കെ ആഞ്ഞടിക്കുകയാണ്. യേശു അവരോട് കൂടെയുണ്ട്. 4-ാം യാമത്തിൽ ആ കടലിൽ കൂടെ അവൻ നടന്നു വരികയാണ്. അവൻ വരുമ്പോൾ തിരകൾ അടങ്ങുകയാണ്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. പക്ഷെ ദൈവം കൂടെയുണ്ട്. അവ എല്ലാറ്റിൽ നിന്നും ദൈവം തന്നെ വിടുവിക്കും. ദൈവമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ഒരു ശക്തിക്കും നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുവാൻ കഴിയുകയില്ല. ഈ സത്യവചനം നിങ്ങൾ അറിയണം, അംഗീകരിക്കണം. ഇത് അംഗീകരിച്ചാൽ വിടുതലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു നമ്മെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി താണഭൂമിയിലേക്ക് വന്നതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമാണ്. നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചതുകൊണ്ട് ശത്രുക്കളായിരുന്ന, പാപികളായിരുന്ന, ദോഷികളായിരുന്ന നമുക്ക് വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമാണ്. നമ്മെ രക്ഷിക്കുവാൻ പാപത്തെയും മരണത്തെയും ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമാണ്. നിങ്ങൾ ധൈര്യമായിരിക്കണം. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ ദൈവം അനുകൂലമാണ്. വിശുദ്ധരായതുകൊണ്ടല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്, വിശുദ്ധരാക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് പകൽ അത് അറിയണം. ദൈവം കൂടെയുണ്ട്. ധൈര്യമായിരിക്കെ. ഇന്ന് നീ കടന്നു പോകുന്ന നിന്റെ ജീവിത സാഹചര്യങ്ങൾക്കൊന്നും നിന്നെ തകർക്കാൻ കഴിയില്ല. നിന്നെ തകർക്കുവാനും പൊടിക്കുവാനോ അല്ല ഈ വേദന. ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവം നിന്നെ പണിതെടുക്കും. തീയിലൂടെ കടന്നുപോയാലും ഈ പരിശോധനയ്ക്കപ്പുറം നീ പൊന്നുപോലെ പുറത്തു വരും. ദൈവം അനുകൂലമാണ്. പ്രതികൂലമായി നിൽക്കുവാൻ ആർക്ക് കഴിയും? ദൈവം തന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന സമയങ്ങളാണ്. വിശ്വസിക്കുക, ദൈവം അനുകൂലമാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.